രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഈ ലോക ജീവിതത്തിൽ രക്ഷിക്കപ്പെടാനായിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? 1 തീമോഥെയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്: ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനാണ് എന്ന വാസ്തവം വിശ്വസനീയവും തികച്ചും സ്വീകാര്യവുമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നോക്കേ, ഈശോ ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് വെറുതെയല്ല, നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. നമ്മളുടെ പാപങ്ങൾക്ക് പൊറുതി നൽകുവാനായിട്ട്, നമ്മളുടെ ഈ ലോക ജീവിതത്തിൻ്റെ സുഖ ദുഃഖങ്ങളിൽ മുഴുകിയിരിക്കുന്ന എല്ലാ പാപികളെയും രക്ഷിക്കാനാണ് എന്ന വാസ്തവം തികച്ചും വിശ്വാസ്യവും തികച്ചും സ്വീകാര്യവുമാണ് എന്നുള്ളൊരു ബോധ്യം നമുക്ക് നൽകുക. അപ്പം ഈ ലോക ജീവിതത്തിൽ എൻ്റെ ദൗത്യം എന്ന് പറയുന്നത് ക്രിസ്തുവിലേക്ക് നടന്നെടുക്കുവാൻ ഉള്ളതാണ്. അപ്പം നമ്മളുടെ ചിന്ത, രക്ഷിക്കപ്പെടാനായിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? 1 തീമോഥെയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 15-ാം വാക്യം നമ്മൾ വായിച്ചു കേട്ടു. പാപികൾക്ക് ഈ ലോക ജീവിതത്തിലെ പാപികൾക്ക് വേണ്ടി, പാപികളെ വിളിക്കാൻ, രക്ഷയിലേക്ക് നയിക്കാനാണ് കർത്താവ് വന്നതെന്നത് തികച്ചും വിശ്വാസ്യവും തികച്ചും സ്വീകാര്യമായ ഒരു ചിന്തയാണ്. അടുത്ത വചനം 1 തീമോഥെയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 4-ാം വാക്യം: എല്ലാവരും രക്ഷ പ്രാപിക്കണമെന്നും സത്യമറിയണമെന്നും അവിടുന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈശോ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നിങ്ങളെല്ലാവരും രക്ഷ പ്രാപിക്കണം. എനിക്ക് ഇന്ന ആൾ മാറ്റി നിർത്തണമെന്നോ അല്ലെങ്കിൽ ഇന്ന ആളെ സ്വീകരിക്കണമെന്നോ അങ്ങനെയുള്ള വേർതിരിവൊന്നുമില്ല. നമ്മുടെ ജീവിതത്തിൽ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ യഹൂദനെന്നോ വിജാതീയനെന്നോ വെറുക്കപ്പെട്ടവനെന്നോ ഉയർന്നവനെന്നോ താഴ്ന്നവനെന്നോ എന്നുള്ള ഒരു വ്യത്യാസവും കർത്താവിൻ്റെ മുൻപിലില്ല. അതുകൊണ്ടാണ് വചനം ഇപ്രകാരം പറയുന്നത്: യേശു വെളിപ്പെടുത്തിയ ദൈവരാജ്യം അത് എല്ലാവർക്കും തുല്യമായി അവകാശപ്പെട്ടതാണ്. ഹല്ലേലൂയ. സ്ത്രീക്കും പുരുഷനും, യഹൂദനും വിജാതീയനും, അടിമയ്ക്കും സ്വതന്ത്രനും, സമ്പന്നനും ദരിദ്രനും, ആരോഗ്യമുള്ളവനും രോഗിക്കും എല്ലാവർക്കും അവൻ രക്ഷയുടെ വാതിൽ തുറന്നു നൽകുന്നു. ഹല്ലേലൂയ. അപ്പം ഞാൻ ഈ രക്ഷയിൽ നിന്ന് പുറന്തള്ളപ്പെട്ടവനാണോ? അല്ല. പുറന്തള്ളപ്പെട്ടവളാണോ? അല്ല. നമ്മൾ ഈ രക്ഷയിൽ പങ്കുപറ്റുന്ന വ്യക്തിയാണ്. ഹല്ലേലൂയ. അപ്പം ഈശോയുടെ ആഗ്രഹം നാം എല്ലാവരും സ്വർഗത്തിന് യോഗ്യമായ ജീവിതം നയിക്കണം, അല്ലെങ്കിൽ നിന്റെ ജീവിതം സ്വർഗത്തിന് തുല്യമായിട്ട് മാറണം. ഹല്ലേലൂയ.